ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അതായത് മീനുകളിലുള്ള സ്മെല്ല് ചെയ്യാനുള്ള എബിലിറ്റി, അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ അവർക്ക് സ്മെല്ല് ചെയ്യാനുള്ള എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ഓൾഫാക്ഷൻ. അതേപോലെ തന്നെ ടേസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ഗസ്റ്റേഷൻ. ഈ രണ്ട് വേർഡ്സും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഫിഷ് കീപ്പർ ആണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ ഓൾഫാക്ഷൻ എന്ന് പറയുന്ന സ്മെല്ല് ചെയ്യാനുള്ള എബിലിറ്റി ഒരുമാതിരിപ്പെട്ട എല്ലാ മീനുകളിലും ഉണ്ട്. അതിൻ്റെ സെൻസിറ്റിവിറ്റി കൂടിയും കുറഞ്ഞും ഇരിക്കുമെന്ന് മാത്രം. ഓരോ മീനുകളുടെയും ആ ഒരു കാറ്റഗറിയൊക്കെ അനുസരിച്ച് ചില മീനുകൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഉദാഹരണത്തിന് കാറ്റ് ഫിഷ് പോലുള്ള മീനുകൾ, പ്രത്യേകിച്ച് ഈ വെള്ളത്തിൻ്റെ അടിഭാഗത്ത് കിടക്കുന്ന മീനുകൾ. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മുഷി ഇനത്തിൽപ്പെട്ട കാറ്റ് ഫിഷുകൾ, അതുപോലെ ലോച്ച് അല്ലെങ്കിൽ ഈല്, അത്തരത്തിലുള്ള മീനുകൾ. അവർക്ക് ഈ ഒരു സ്മെല്ല് ചെയ്യാനുള്ള എബിലിറ്റി വളരെ ഹൈ ആണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റു മീനുകൾ, ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ഗപ്പി, പ്ലാറ്റി, മോളി, ഇത്തരം മീനുകൾക്കും ഈ എബിലിറ്റി ഉണ്ട് സ്മെല്ല് ചെയ്യാനുള്ളത്. പക്ഷേ അത് അവരുടെ അത്ര ഹൈ അല്ല എന്ന് മാത്രം. പെട്ടെന്ന് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പിരാന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബ്ലഡിൻ്റെ എന്തെങ്കിലും ഒരു അംശം വെള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വളരെ ദൂരത്താണെങ്കിൽ പോലും അവർക്ക് സ്മെല്ല് ചെയ്യാനായിട്ട് സാധിക്കും, അവരത് സെൻസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഓർഗൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനുകളുടെ നാസൽ ഹോളുകളിലാണ്, അതായത് മൂക്കിൻ്റെ ദ്വാരത്തിനകത്താണ് ഇതിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ വെള്ളം കടത്തിവിട്ടാണ് ഇവരത് സെൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എബിലിറ്റി ഉപയോഗിച്ചിട്ട് അവർക്ക് വളരെ ദൂരത്ത് ആണെങ്കിൽ പോലും ഫുഡ് കിടക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് തന്നെ അത് സെൻസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഫിഷ് ടാങ്കുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചെറിയ സ്പേസ് ആണ്. നമ്മൾ വരുമ്പോൾ തന്നെ മീനുകൾക്ക് അറിയായിരിക്കും നമ്മൾ ഫുഡ് കൊടുക്കാനാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ അവർക്ക് ഈ എബിലിറ്റി ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വലിയ ടാങ്കുകളിലൊക്കെയാണ് മീനുകൾ വലിയ ഏരിയയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ടാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മൾ ഇട്ടാലും അവർ ഈ ഒരു എബിലിറ്റി ഉപയോഗിച്ച് ഈ ഫുഡൊക്കെ കണ്ടുപിടിച്ച് വന്ന് കഴിക്കുന്നതായിരിക്കും. ഈ രണ്ടാമത്തെ എബിലിറ്റി എന്ന് പറയുന്നത് ഗസ്റ്റേഷനാണ്. ഗസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ്. ഇതെല്ലാ മീനുകൾക്കും ഇല്ല. അതായത് എക്സ്ട്രാ സെൻസറി ഓർഗൻസ്, ഉദാഹരണത്തിന് ബാർബൽസ്, അതായത് മുഷി പോലുള്ള മീനുകൾക്കൊക്കെ മീശ പോലുള്ള സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെയാണ് ബാർബൽസ് എന്ന് പറയുന്നത്. അതേപോലെ എക്സ്ട്രാ സെൻസറി ഓർഗൻസ് ഉള്ള മീനുകളിലാണ് ഈ ടേസ്റ്റ് ബഡ്സ് ഉള്ളത്. ഉദാഹരണത്തിന് മുഷികളുടെ മീശ പോലിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. അത് ഉപയോഗിച്ച് വെള്ളത്തിനകത്ത് നമ്മൾ ഫുഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിൾസൊക്കെ വെള്ളത്തിൽ ഡിസോൾവ് ആകുമ്പോൾ അവർക്ക് ആ ടേസ്റ്റ് ബഡ്സ് ഉപയോഗിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ അവർ ഫുഡ് കണ്ടുപിടിക്കും. പ്രത്യേകിച്ച് ഈ മുഷികൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അടിത്തട്ടിലൊക്കെ കിടക്കുന്ന മീനുകൾക്കാണ് കൂടുതലും ഇത്തരത്തിലുള്ള എബിലിറ്റീസ് ഉള്ളത്. മുഷികൾ, ലോച്ചുകൾ. അപ്പോൾ ഈ ഒരു മുഷികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാർബൽസിൽ തന്നെയാണ് ടേസ്റ്റ് ബഡ്സ് ഉള്ളത്. അത് ഉപയോഗിച്ച് അവർ സെൻസ് ചെയ്യും. എന്നാൽ ചില കാറ്റ് ഫിഷുകൾക്കൊക്കെ വായയിലും ചുണ്ടിലും അവരുടെ സ്കിന്നിൽ വരെ ടേസ്റ്റ് ബഡ്സ് ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുഷി പോലുള്ള മീനുകൾക്കൊക്കെ ഈ ഒരു എബിലിറ്റി അല്ലെങ്കിൽ രണ്ട് എബിലിറ്റിയൊക്കെ ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം അവർ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന മീനുകളാണ്. കൂടുതലും അവർ ആക്റ്റീവ് ആവുന്നത് രാത്രി സമയങ്ങളിലൊക്കെയാണ്. അപ്പോൾ കാഴ്ച വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ബാർബൽസൊക്കെ ഉപയോഗിച്ച് അവർ ഫുഡ് കണ്ടുപിടിക്കും. കാരണം രാവിലെയൊക്കെ കൂടുതലും കാറ്റ് ഫിഷുകൾ ഇങ്ങനെ ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ രാത്രി ഫുഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ച് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്ട്രാ എബിലിറ്റിയൊക്കെ അവർ യൂസ് ചെയ്തിട്ടാണ് ഫുഡ് കണ്ടുപിടിക്കുന്നത്. ഇത്തരത്തിലുള്ള ബാർബൽസ് അല്ലെങ്കിൽ മീശകൾ അവർ ഈ പറഞ്ഞ പോലെ സ്മെല്ല് ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനും മാത്രമല്ല, അവരുടെ ഫ്രണ്ടിലുള്ള എന്ത് ഒബ്ജക്ട്സും തൊട്ട് സെൻസ് ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യാറുണ്ട്. അതേ ചെടിയാണെങ്കിലും കല്ലാണെങ്കിലും ഇപ്പോൾ ഫുഡ് കിടക്കുന്നുണ്ടെങ്കിലും അത് ജസ്റ്റ് തൊട്ട് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഗൗരാമികളുടെ അടിഭാഗത്തുള്ള ആ ഒരു നീളത്തിലുള്ള ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പെൽവിക് ഫിന്നിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു സംഭവം, അത് വെച്ച് ഗൗരാമികൾ ഇങ്ങനെ തൊട്ട് നോക്കുന്നത് കാണാം. ഇപ്പോൾ ഗോൾഡൻ ഗൗരാമി, ഡ്വാർഫ് ഗൗരാമി, അതുപോലുള്ള ഗൗരാമികളെല്ലാം എന്ത് സാധനം കണ്ടു കഴിഞ്ഞാൽ അവരത് ഉപയോഗിച്ച് തൊട്ട് നോക്കുന്നത് കാണാം. അതെന്തുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തൊട്ട് സെൻസ് ചെയ്യുന്നത് തന്നെയാണ്. അത് എന്തെങ്കിലും കല്ലാണെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ഒക്കെ അവരിത് ചെയ്യുന്നത് കാണാം. എന്തിനും നമ്മൾ ജസ്റ്റ് കൈ ഇട്ടാൽ വരെ ഗൗരാമികൾ അത് ഉപയോഗിച്ച് തൊട്ട് നോക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൾഫാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സ്മെല്ലിംഗ് എബിലിറ്റി എല്ലാ മീനുകൾക്കും ഉണ്ട്. പക്ഷേ അതിൻ്റെ സെൻസിറ്റിവിറ്റി ചില മീനുകളിൽ കൂടി കുറഞ്ഞു ഇരിക്കുമെന്ന് മാത്രം. അതേസമയം ഗസ്റ്റേഷൻ, ഈ പറയുന്ന ടേസ്റ്റിംഗ് എബിലിറ്റി എല്ലാ മീനുകളിലും ഇല്ല. ചില പ്രത്യേക മീനുകളിൽ മാത്രമാണ് ഉള്ളത്. എക്സ്ട്രാ സെൻസറി ഓർഗൻസ് ഉള്ള മീനുകളിൽ മാത്രമാണ് അത് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഫിഷ് ടാങ്കുകളിലൊക്കെ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വറീഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. മീനുകൾ അത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്കും അത്തരത്തിലുള്ള ഒരു വറിയൊക്കെ ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് നമ്മൾ നോൺ വെജൊക്കെ ഫീഡ് ചെയ്യുന്ന സമയത്ത് മീൻ അത് കണ്ടിട്ടുണ്ടാവുമോ എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കും. ഇനി അത് കാണാതെ അവിടെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചീഞ്ഞ് അമോണിയൊക്കെ സ്പൈക്ക് വരും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സെൻസും കാര്യങ്ങളെല്ലാം വെച്ച് ഈ പറഞ്ഞ പോലെ ഓൾഫാക്ഷൻ, ഗസ്റ്റേഷൻ അല്ലെങ്കിൽ ടേസ്റ്റ്, സ്മെല്ല്, ഈ എബിലിറ്റീസൊക്കെ വെച്ച് അവർക്ക് തീർച്ചയായിട്ടും ഈ ഫുഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഏതെങ്കിലും കാരണവശാൽ ഫുഡ് വേസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഓൾറെഡി ഫുഡ് കഴിച്ച് വയറ് ഫുള്ളായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഓവർ ഫീഡിംഗ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റ് ആയിട്ട് വരും. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മീനുകൾ ഏതെങ്കിലും രീതിയിൽ സ്ട്രെസ്സിലായിരിക്കും. സ്ട്രെസ്സ് വരാനായിട്ട് പല കാരണങ്ങളുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലും അവർ ഫുഡ് കഴിക്കാറില്ല. അപ്പോഴും ഫുഡ് വേസ്റ്റ് ആയിട്ട് തന്നെ വരും.
ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മീനുകൾക്ക് എന്തെങ്കിലും അസുഖമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഫുഡ് കഴിക്കാറില്ല. ഇത്തരം സാഹചര്യങ്ങളിലും ഫുഡ് വേസ്റ്റായിട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴെങ്കിലും നമ്മൾ മീനുകൾക്ക് ഫീഡ് ചെയ്തിട്ട് നമുക്കറിയാം നമ്മൾ കറക്റ്റ് എമൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏകദേശം കറക്റ്റ് എമൗണ്ട് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ, എന്നിട്ടും കുറച്ച് കഴിഞ്ഞ് വന്ന് നമ്മൾ നോക്കുമ്പോൾ ഫുഡ് വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഒന്നുകിൽ മീനിന് എന്തെങ്കിലും സ്ട്രെസ്സ് വന്നിട്ടുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു അസുഖം പിടിപെട്ടിട്ടുണ്ടാവും, അതിൻ്റെ ഏർലി സ്റ്റേജിലായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഓവർ ഫീഡിങ് ആയിരിക്കും, നമ്മൾ കൊടുത്തത് കൂടി പോയിട്ടുണ്ടായിരിക്കും. ഈ 3 സാഹചര്യങ്ങളിലല്ലാതെ ഫുഡ് വേസ്റ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ നല്ല ഹെൽത്തി ആയിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെൻസുകളൊക്കെ ഉപയോഗിച്ച് അവർ തീർച്ചയായിട്ടും ഫുഡ് കണ്ടുപിടിച്ച് കഴിച്ചിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.